ഹായ് ഹലോ, നമ്മൾ കുറേ നാളായാലേ ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട്. എന്നാ പറയണ, സമയമില്ല ഗൈസ്, ഒട്ടും സമയക്കുറവൊന്നുമില്ല കേട്ടോ. അക്കുടവാ അംഗനവാടി പോകാൻ തുടങ്ങി, അതുകൊണ്ട് ഒട്ടും സമയമില്ല. അക്കുടവായ്ക്ക് എന്താ പറയണേ, എന്നും ക്ലാസ്സിലൊക്കെ പോകണ്ടേ. 13 ദിവസം മടിയാണ്. മഴ പെയ്താൽ പുള്ളിക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചെന്നാണ് പുള്ളി തന്നെ അങ്ങ് തീരുമാനിക്കുക കേട്ടോ. മഴ പെയ്താൽ പുള്ളിക്ക് അവധിയാണ്. എന്താണോ എന്തോ, പുള്ളി അങ്ങ് അവധി എടുക്കുക, കളക്ടർ പറഞ്ഞെന്നാണ് പുള്ളി പറയണേ. ഞാനും അക്കുടവായും കൂടെ എൻ്റെ വീട് വരെ വന്നാ കേട്ടോ. അക്കുടവായ ഹായ് കൊടുക്ക്, ഹായ് പറ. അവധിയാന്ന് പറയുന്നത് കേട്ടില്ലേ ഗൈസ്? കാറ്റടിച്ചാൽ പറയും നാളെ ഇനി അംഗനവാടി പോകണില്ല, അവധിയാന്ന്. കളക്ടർ അവധിയാണെന്നാണ് പറയണേ. പിള്ളേർ അവിടെ ഇവിടെയൊക്കെ പറയണ കേട്ട് മുറിയും വാലൊക്കെ കേട്ടിട്ടാണ് ഈ പറയണത്. അവധിയാണ് പുള്ളിക്ക് എന്നും. താഴെ വെള്ളമൊക്കെ പൊങ്ങിയായിരുന്നേ. അപ്പം വലിയ കാര്യമായിട്ട് ഇപ്പം മഴയില്ലാത്ത കാരണം വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി കേട്ടോ. ഞാൻ നിങ്ങളെ ട്രെയിൻ വരുന്ന കാണിച്ചു തരാം. റെയിൽവേ പാളയത്തിൻ്റെ അവിടെയാണ് നമ്മുടെ വീട്. ട്രെയിൻ വരുന്ന കാണിച്ചു തരാം കേട്ടോ. അക്കുടോയുടെ ഫ്രണ്ട്സ് ഒന്നും വരാനായിട്ട് സമയമായിട്ടില്ല. 4:30 4:15 ആവും അവർ വരാനായിട്ട്. അതുകൊണ്ട് ദേ ഇവിടെ ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ നടക്കുവാണ് ആള്. ഇനി നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവുകയാണ്. ചായ കുടിക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, പക്കാവടയാണ് നമ്മൾ കടിക്കാനുള്ളൂ. ചായക്ക് ദമ്മയാണ്. ഇതെൻ്റെ ആങ്ങളെയാണ്, രണ്ടാമത്തെ ആങ്ങള. മൂത്ത ആങ്ങളെയും കുഞ്ഞും വൈഫും ഇവിടെ ഇല്ല. അവർ കണ്ണൂർ വരെ പോയേക്കുവാ കേട്ടോ. കൊട്ടിയൂർ അമ്പലമില്ലേ, അവിടെ വരെ പോയേക്കുവാണ് അവർ, കണ്ണൂർ. ഞങ്ങൾ ചായ കുടിക്കുവാണ്. അക്കടോ ഒളിച്ചിരുന്നൊക്കെ ചായ കുടിക്കുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും തട്ടിപ്പറിച്ചാലോ എന്ന് പറഞ്ഞു, ആരെങ്കിലും എടുത്തുകൊണ്ട് ഓടിയാലോ എന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ്. എന്നെ പേടിച്ചായിരിക്കും. പുള്ളി അവിടെ നിന്ന് ചായ കുടിക്കുവാണ്. പിന്നെ വൈകുന്നേരമായിട്ടോ. വൈകുന്നേരം പിന്നെ സീരിയൽ ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. സീരിയലൊക്കെ എല്ലാവരും പിടിച്ചുകൊണ്ടിരിക്കുവാണ്. ഞാൻ സീരിയലൊന്നും കാണാറില്ല കേട്ടോ. ഇവിടെ അച്ഛനുണ്ട്, അച്ഛൻ സീരിയലിൻ്റെ ആളാണ്. ചില സീരിയൽ കേട്ടോ. ലോട്ടറി വിൽപ്പനയും കഴിഞ്ഞ് പിന്നെ സീരിയൽ കാണും. പിന്നെ ഇത് അച്ഛൻ്റെ ചേട്ടനാണ്, അച്ചിച്ചൻ വന്നിട്ടുണ്ട്. പിന്നെ അക്കുടുവാവ ഓരോ സാധനങ്ങളൊക്കെ നിരക്കി ഡാൻസും പാട്ടും ഒക്കെയാണ്. അക്കുടുവാവയുടെ ഫ്രണ്ട്സൊക്കെ ഒരുമിക്ക് കളി കഴിഞ്ഞ് പോയി കേട്ടോ. ഡാൻസും പാട്ടും ഒക്കെയാണ്. ഞങ്ങൾ ചുമ്മാ ഇവിടെ ഇരിക്കുമായിരുന്നു, ടി വിയൊക്കെ കണ്ടുകൊണ്ട്. ഞാൻ കാണുന്നില്ല, അച്ഛനൊക്കെ ടി വിയൊക്കെ കാണുവാണ്. ഇതായിരുന്നു കേട്ടോ കല്യാണത്തിന് മുമ്പുള്ള എൻ്റെ റൂം. ഇതായിരുന്നു, ഞാനാണ് വരച്ച ആ പടങ്ങളൊക്കെ. നല്ല അടിപൊളിയായിട്ടൊക്കെ ഞാൻ കാത്ത് സൂക്ഷിച്ച മുറിയായിരുന്നു. ഇപ്പോൾ ആ പടങ്ങൾ അവർ അലമാരി ഡ്രസ്സിങ് ടേബിൾ വെച്ച് മറച്ചു ഗൈസ്. ആ പടങ്ങളൊന്നും ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഞാൻ വരച്ച പടങ്ങളായിരുന്നു അതൊക്കെ. ഇതായിരുന്നു എൻ്റെ റൂം കല്യാണത്തിന് മുമ്പ്. ഇപ്പോൾ ചേട്ടായി ഞാനും ഒക്കെ ചെന്നാൽ ഇവിടെ ആട്ടോ ഞങ്ങൾ താമസിക്കുന്നതല്ല, കിടക്കുന്നത്. ചേക്കുടൊക്കെ എവിടെയുണ്ട്? എൻ്റെ ആങ്ങളെ ആട്ടോ അവിടെ കിടക്കണമൊക്കെ. ഇത് നമ്മളെ ചേട്ടായി കൊണ്ടുവരാൻ വന്നു. ചേട്ടായി വണ്ടിയെ പോയിട്ട് വൈകുന്നേരം നമ്മളെ കൊണ്ടുവരാനായിട്ട് വന്നു കേട്ടോ. കൊണ്ടുവരാൻ വന്ന് അപ്പോൾ നമ്മൾ എല്ലാം എടുത്തു. ചുമ്മാ വന്നതായിരുന്നു, ഒരു ദിവസം ചുമ്മാ രാവിലെ പോയിട്ട് വൈകിട്ട് ഇങ്ങനെ പോരാന്നുള്ള രീതിയിൽ ചേട്ടായി നമ്മളെ കൊണ്ടുവരാൻ വന്നത്. അക്കുടവാവ കയറി, ഞാനും കയറി. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ചേട്ടായി ഓട്ടം കഴിഞ്ഞ് ആ വഴിയാട്ടോ വന്നത്. അപ്പം നമ്മളെയും കൂടെ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആങ്ങളെ കൊണ്ടുപോയാക്കാമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചേട്ടായി അതിലെ വരുമ്പോൾ കൊണ്ടുവന്നോളാമെന്ന് പറഞ്ഞായിരുന്നു. നമ്മൾ അതിൽ കയറി പോന്ന്. അല്ലെങ്കിൽ ടിപ്പറെ യാത്ര ചെയ്യണ ഒരു പ്രത്യേക സുഖമാണുള്ളൂ. ഞങ്ങൾ പിന്നെ അതിലേക്ക് തിരിച്ച് വീട്ടിൽ പോകുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ.